ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നാട്ടിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ലാത്തവർ അറിഞ്ഞോളൂ, ഞാൻ നാട്ടിലാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഞാൻ എൻ്റെ വീട്ടിൽ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വിത്ത് മൈ പേരൻസ് ആൻഡ് കിഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മഴയുണ്ട്, അപ്പം സൗണ്ട് കുറച്ച് ചെറുതായിട്ടാണോ കേൾക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കണം. ആ കേക്ക് നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷേങ്കിൽ ഞങ്ങൾ വരുന്നതായിട്ട് മുന്നേ മമ്മി കുറച്ച് ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. പക്ഷേ റിയയും പ്രാണൊന്നും ഏത്തപ്പഴം അങ്ങനെ കഴിക്കില്ല. ഓക്കെ, സോ നമുക്കത് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് അത് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, മമ്മി പറഞ്ഞു തരും, അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പം നല്ല മഴയും ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഏത്തപ്പഴം കൊണ്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, മമ്മി ഇവിടെ ഉച്ചക്കത്തെ പരിപാടിയാണ്. അപ്പോൾ മമ്മി എനിക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, എന്നിട്ട് ഞാനതനുസരിച്ച് ഉണ്ടാക്കും അല്ലേ. യെസ്, നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പം ഉച്ചക്കത്തെ പരിപാടി ലേറ്റായി, മഴ ഇതെല്ലാം ഇപ്പം നമ്മൾ പെയ്യാ വന്നത്. അപ്പം മമ്മി ചോറിൻ്റെ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇതാണ് പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ചീത്തയായിട്ടില്ല, പക്ഷെ പഴുത്തിരിക്കുക. ഓക്കെ, തൊലി കറുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, മൈദ, മുട്ട എടുത്തിട്ടില്ല, മുട്ട വേണം, പിന്നെ നെയ്യും വേണം. നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ പഴത്തിൻ്റെ മധുരം തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ, എക്സ്ട്രാ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഗീ നമ്മുടെ ഹോം മെയ്ഡ് ഗീ ആണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കേക്കിൻ്റെ വീഡിയോയിൽ തന്നെയായിരുന്നു. ഓക്കെ, നമ്മുടെ ഹോം മെയ്ഡ് ഗീ. അപ്പം നമ്മൾ മൈദ 1 കപ്പ്, അല്ല എത്ര കപ്പാ? 1 കപ്പ് ഇട്ട് നോക്കട്ടെ, ബാക്കിയുള്ള കുറച്ച് വെള്ളം അതിനുണ്ട്. എത്ര പഴമുണ്ട്? അപ്പോൾ 2 കപ്പ് മൈദയാണിത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ 1 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. ഓക്കെ, ബേക്കിംഗ് പൗഡർ നമ്മൾ 1.5 ടീസ്പൂണാണ് ഇടുന്നത്. ഓക്കെ, കുറച്ച് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ, കൊക്കോ പൗഡർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇടുന്നുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 6 മുട്ടയാണ് നമ്മളിവിടെ അടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഴം പൊളിക്കാൻ പോവാണ്. പഴത്തിൻ്റെ പുറംഭാഗം മാത്രമേ ഇങ്ങനെ ഭയങ്കര ബ്ലാക്കായിട്ടുള്ളൂ, ഉള്ളിൽ നല്ല പഴമാണ്. കിഡ്സ് പഴം എല്ലാം തൊലി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുട്ട അടിച്ചതിനകത്തോട്ട് നമ്മൾ ഈ പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഒരുമിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യണേ. അങ്ങനെ നമ്മൾ കുറച്ച് ഏലക്കയും കൂടി പൊടിച്ചത് ഇടുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ആ പൗഡർ നമ്മളിട്ട എല്ലാം ഇതിനകത്തോട്ടും നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മുടെ ഹോം മെയ്ഡ് ഗീ ആണ്. ഇതിൽ 2 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, 2 കപ്പ് നെയ്യ്
ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഓക്കെ, നന്നായിട്ട്. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എസൻസും കൂടി ഒഴിക്കാൻ പോവാണ്. ഈ അടപ്പിൽ ഒരു ചെറിയ ഇതും പടുതിയും കൂടിയിട്ടാണ് നമ്മൾ എസൻസ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കുക. അപ്പം നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതൊരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ നന്നായിട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് 3 പാത്രത്തിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നട്ട്സും മുന്തിരിയും ഒക്കെ ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ടുള്ള ഇതിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3 ഇട്ട് കൊടുക്കുന്നില്ല, ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ. റിയയ്ക്കും പ്രാണിനൊന്നും നട്ട്സ് മുന്തിരി ഇതൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് ഒരെണ്ണത്തിനകത്ത് മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ബേക്കായിട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കണം. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സീരിയസ്ലി നല്ല ടേസ്റ്റ്. മധുരം വലിയ കാര്യമായിട്ടില്ല. നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റ്. ഒരു രക്ഷയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി കേക്ക്? സൂപ്പർ, അടിപൊളി കേക്ക്. നല്ല സൂപ്പർ കേക്ക്. മതി മതി, ഇത്രയൊക്കെ കഴിച്ചാൽ മതി. നല്ല സൂപ്പർ കേക്ക്. എല്ലാ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല സൂപ്പറാണ്. നല്ല സോഫ്റ്റും ഒരു നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളും ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ. വലിയ പണിയൊന്നുമില്ല. ചിലപ്പോൾ അടിപൊളിയാണ്. ഇപ്പം തന്നെ വലിയ ഇത് പറയാം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി. വലിയ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഇപ്പം തന്നെ ഇതാ ഒരു പാത്രം തീരാറായി. രണ്ടെണ്ണം മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും നോക്ക്, ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടം. വെറുതെ വേസ്റ്റ് ആക്കി പഴുത്ത് അവളെടുത്ത് വേസ്റ്റായിട്ട് കൊണ്ട് കളയുക. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കതാണെന്ന് വെച്ചാൽ മൈദയും നെയ്യും മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ചുമ്മാ എല്ലാം കൂടെ അടിച്ചെടുത്താലും എല്ലാം ഇതുപോലെയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അതങ്ങനെ ചെയ്യണമെങ്കിൽ വേണമെന്നൊന്നും ഇല്ലാത്തില്ല. എൻ്റെ ഒരു കണക്കിലില്ല. കാര്യം ഇതൊരു അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇത് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി എല്ലാവരും പഴമൊക്കെ വരുവാണെങ്കിൽ കളയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. കുറച്ച് നെയ്യോ ബട്ടറോ ഇപ്പോൾ ചിലർ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യും. അതാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും. ബൈ ബൈ.